ഇന്ന് വിവാഹമോചനങ്ങൾ പെരുകുകയാണ്. കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകൾ ഇന്ന് കൂടുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ അനേക കാരണങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? പരസ്പരം സംശയിക്കുക. ഈ സംശയമേ എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ കടന്നുകൂടുന്നത്? നമ്മളുടെ ഉള്ളിൽ സംശയം കടന്നു വരുവാൻ പ്രധാന കാരണം മറ്റുള്ളവർ നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ദൈവം എന്തിനാ മനുഷ്യന് കണ്ണും വായും ചെവിയും ചിന്താഗതിയൊക്കെ തന്നിരിക്കുന്നത്? നമ്മുടെ കണ്ണിൽ കാണുന്നതും നമ്മുടെ ചെവിയിൽ കേൾക്കുന്നതും നമ്മുടെ അനുഭവത്തിൽ നിന്ന് കാണുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് വിശ്വസിക്കുക. മറ്റൊരു വ്യക്തിക്ക് നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് എന്തും പറഞ്ഞു പരത്താം. അതിൽ സത്യമുണ്ടാകണമെന്നൊന്നുമില്ല. ചിലപ്പം ചെറിയ ഒരു ശതമാനം ചിലപ്പം കണ്ടു എന്ന് വരാം. എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ, നിങ്ങളുടെ ഒപ്പം നടക്കുമ്പോൾ, നിങ്ങളുടെ കൂടെ എപ്പോഴും സഹകരിച്ച് ജീവിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ എന്ത് കാണുന്നോ, നിങ്ങളുടെ ചെവിയിൽ എന്ത് കേൾക്കുന്നോ, നിങ്ങളുടെ അനുഭവത്തിലൂടെ എന്ത് നിങ്ങൾ അറിയുന്നു, അതനുസരിച്ച് ജീവിത പങ്കാളികളെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഒരു പരിധി വരെ നമ്മളുടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. പകരം മറ്റുള്ളവർ പറയുന്നതും മറ്റുള്ളവർ കേട്ട അറിവ് വെച്ച് നമ്മളോട് പറയുന്നതും അവരുടെ അനുഭവത്തിൽ നിന്ന് നമ്മളോട് പറയുന്നതും നമ്മൾ വിശ്വസിക്കാൻ പോയാൽ നമ്മുടെ എല്ലാവരുടെയും കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകും. സ്നേഹമുള്ളവരെ, സ്വന്തം കണ്ണിൽ കാണുകയും സ്വന്തം ചെവിയിൽ കേൾക്കുകയും സ്വന്തം അനുഭവത്തിലൂടെ അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണ് യഥാർത്ഥ സത്യമെന്ന് പറയുന്നത്. ബാക്കി എല്ലാം ഊഹാഭോഗങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. അത് വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ എല്ലാവരുടെയും കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകും. അതുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന കണ്ണും കാതും ചിന്താഗതികളിലൂടെയും ഓരോ കാര്യങ്ങൾ വിശ്വസിക്കാൻ പരിശ്രമിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കുടുംബ ബന്ധങ്ങൾ ദൃഢതയുള്ളതും സന്തോഷമുള്ളതും സമാധാനമുള്ളതും ആയിരിക്കും. മറ്റുള്ളവർ ഊഹാഭോഗങ്ങളിൽ നിന്ന് പലതും മെനഞ്ഞെടുത്ത് നമ്മളോട് പറയുന്നതാണ്. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനടിയിൽ അതിൻ്റെ കമൻറ്റുകൾ ഇടുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.